ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ബോളും സോക്കറ്റും കൂടിയതാണ് ഇന്ന് പറഞ്ഞു ഞാൻ ഷോൾഡർ ജോയിന്റ്. അപ്പോൾ ഈ സോക്കറ്റിന്റെ ചുറ്റുമുള്ള കവറിങ് ഉണ്ട്, അതിന് ക്യാപ്സ്യൂൾ അതുപോലത്തെ ലേബ്രം എന്നൊക്കെ പറയും. സാധാരണഗതിയിൽ ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഒരാൾ, ആദ്യമായിട്ട് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഒരാൾ ഈ ലേബ്രം, ഈ ഗ്ലിനോയിഡ് എന്ന് പറയുന്ന ഈ സോക്കറ്റിന്റെ ചുറ്റുമായിട്ട് ഇത് കീറിപ്പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കീറിപ്പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ അതിനെ എന്താ പറയുക, ഈ ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് അതിന് ബങ്കാർഡ്സ് ലീഷൻ എന്നൊക്കെ പറയും. സോഫ്റ്റ് ടിഷ്യൂ ബങ്കാർഡ്സ് ലീഷൻ ഉള്ള ഒരാൾക്ക് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു സർജറിയാണ് ആർത്രോസ്കോപ്പിക് ബങ്കാർഡ്സ് റിപ്പയർ എന്ന് പറയും. അതായത് ഈ കീറിപ്പോയ ഈ ലേബ്രം ഈ ഗ്ലിനോയിഡിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന സ്യൂച്ചർ ആങ്കർ വഴി സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയറാണ് ബങ്കാർഡ്സ് റിപ്പയർ. ചില ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സോക്കറ്റിന്റെ പരിക്ക് കൂടാണ്ട് ഈ ബോളിന് ചുറ്റുമുള്ള എല്ലുകൾക്കും നഷ്ടം വരും. അപ്പോൾ അതിന് നമ്മൾ ഹിൽസാക്സ് ലീഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബോളും സോക്കറ്റിനും ഇതുപോലെ തന്നെ ഡാമേജ് വരുമ്പോൾ നമ്മൾ ഈ സോക്കറ്റിന് ചുറ്റുമായിട്ട് ഒരു എക്സ്ട്രാ ബോൺ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതെന്തിനാ വെച്ചാൽ ഈ ഗ്ലിനോയിഡിന്റെ ആർക്ക് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊസീജിയർ നമ്മൾ പറയുന്നതാണ് ലെറ്റാർജ എന്ന് പറയും. അപ്പോൾ ലെറ്റാർജ ബേസിക്കലി ഒരു ബോണി പ്രൊസീജിയറാണ്. ബങ്കാർഡ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയറാണ്.